ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് സമസ്ത ഇ ലേണിങ്ങിൻ്റെ വ്യൂവേഴ്സായിട്ടുള്ള എല്ലാവരെയും നമ്മുടെ ഇൻഫോ സീരീസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം സൈബർ ഫിനാൻഷ്യൽ ഫ്രോഡിനെ കുറിച്ചും നമ്മളെങ്ങനെ അതിൽ പെടാതിരിക്കാൻ നമുക്ക് ജാഗ്രത പാലിക്കാമെന്നതിനെക്കുറിച്ചുമുള്ള വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇന്ന് നമ്മളോട് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് കേരളത്തിലെ പ്രഗത്ഭനായ ട്രെയിനറും അതുപോലെ സെബി എംപാനൽ ട്രെയിനർ ഷാനവാസ് സാറാണ്. ഷാനവാസ് സാർ, താങ്കളെ ഹാർദമായി നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സഫ്വാൻ. ഓക്കെ സാർ, സെബി എംപാനൽ ട്രെയിനറാണെന്ന് നമുക്കറിയാം. നമ്മളെ കേരളത്തിലെ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് ഏറെക്കുറെ സെബിയെക്കുറിച്ചൊക്കെ അറിവുള്ളവരാണ്. പക്ഷേ നമ്മൾ കുറച്ച് മുമ്പുള്ള ജനറേഷന് എന്താണ് സെബി, അതിലേക്ക് ഫിനാൻസുമായി ബന്ധപ്പെട്ട് സെബിയുടെ പ്രാധാന്യം കൂടുതലായി അറിയാത്ത ആളുകളാണ്. അവർക്ക് വേണ്ടി എന്താണ് സെബി ഒന്ന് വിശദീകരിക്കാൻ പറ്റും? സെബി വെച്ചാൽ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നാണ്. അപ്പോൾ നമ്മൾ എല്ലാവർക്കും RBI എന്താണെന്ന് അറിയുന്നുണ്ടാവും, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലേ. RBI വെച്ചാൽ നമ്മൾ ബാങ്കിൻ്റെ റെഗുലേറ്ററി ബോഡിയാണ് RBI. അതുപോലെ ക്യാപിറ്റൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ റെഗുലേറ്ററി ബോഡിയാണ് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞത്. അപ്പം അവരെങ്ങനെ ഫംഗ്ഷൻ ചെയ്യണം, അവർക്കുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് സെബിയാണ്. അതെ, ഇപ്പോൾ നമുക്കറിയാം നമ്മളിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് AI അതുപോലെ സോഷ്യൽ മീഡിയ ഒക്കെ യുഗത്തിലാണ്. ഒരുപാട് തരത്തിലുള്ള സൈബർ ഫ്രോഡുകൾ നടക്കുന്നുണ്ട്. കേരളത്തിൽ മാത്രം ഓരോ ദിവസവും കോടിക്കണക്കിന് രൂപയുടെ ഈ ഒരു സൈബർ ക്രൈമുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപകൾ തട്ടിയെടുക്കുന്ന വാർത്തകൾ നമ്മൾ നിരന്തരം കേൾക്കുകയാണ്. യഥാർത്ഥം നമ്മൾ ഇത്രയും വലിയ വിദ്യാസമ്പന്നനായിട്ടും എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള സൈബർ തട്ടിപ്പ് നമ്മൾ ഇരയായി മാറുന്നത്? എന്താണ് യഥാർത്ഥത്തിൽ ഈ സൈബർ ക്രൈം എന്നുള്ളത്? ഇപ്പം കഴിഞ്ഞൊരു വർഷം മാത്രം കേരളത്തിൽ ഒഫീഷ്യലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഫിനാൻഷ്യൽ ഫ്രോഡ് എത്ര ആയിരിക്കും സഫ്വാൻ്റെ ഒരു? മേ ബി 100 crores. അല്ലല്ല, 100, അതിനും വളരെ 10 മടങ്ങാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. 800 കോടിയിൽ കൂടുതലായിട്ടുള്ള കാശാണ് കഴിഞ്ഞൊരു വർഷം മാത്രം കേരളത്തിൽ മാത്രം നഷ്ടപ്പെട്ടത്. ഓൾ ഓവർ ഇന്ത്യയിൽ 20,000 കോടിയിൽ കൂടുതലാണ്. അപ്പോൾ അത്രമാത്രം വലിയൊരു, നമ്മൾ വിചാരിക്കുന്നതിലും വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം എന്തുകൊണ്ട് അപ്പോൾ കേരളം നമ്മൾ ഇത്രയും ലിറ്ററേറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആയിട്ടും എന്തുകൊണ്ടാണ് നമുക്ക് ഇത്ര ആളുകൾ എന്തുകൊണ്ടാണ് ഈ തട്ടിപ്പിൽ പെടുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ലിറ്ററസിയും ഫിനാൻഷ്യൽ ലിറ്ററസിയും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അപ്പം NCFE പറയുമ്പോൾ നാഷണൽ സെൻറ്റർ ഫോർ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ, അതൊരു ഇന്ത്യയിൽ തന്നെ ഫിനാൻഷ്യൽ ലിറ്ററസി സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു ഓർഗനൈസേഷനാണ്. അവരെ ഡാറ്റ പ്രകാരം ഇന്ത്യയിൽ തന്നെ 30% താഴെയുള്ള ആളുകൾ മാത്രമാണ് ഫിനാൻഷ്യൽ ലിറ്ററേറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഒരിക്കലും ഒരാൾ എഡ്യൂക്കേറ്റഡ് ആണെന്ന് അതിൻ്റെ അർത്ഥം അയാൾ ഫിനാൻഷ്യൽ ലിറ്ററേറ്റ് ആകുന്നല്ല. അപ്പം നമ്മൾ തന്നെ ഈ തട്ടിപ്പുകൾ അധിക കേസുകൾ നോക്കുമ്പോൾ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ഈവൻ ജസ്റ്റിസുമാർ വരെ ഈ ഒരു തട്ടിപ്പിലൊക്കെ പെട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം അതിൻ്റെ അർത്ഥം വെച്ചാൽ ഒരാൾ ലിറ്ററേറ്റ് ആണെന്ന് അതിൻ്റെ അർത്ഥം അയാൾ ഫിനാൻഷ്യൽ ലിറ്ററസി ഉള്ള ആളായിരിക്കണം എന്നതല്ല. ഓക്കെ, അത് എൻ്റയർലി ഡിഫറെൻറ്റ് സ്കില്ലാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടിയൊരു സ്കില്ലും കൂടിയാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഫോളോ ചെയ്യുന്നൊരു എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ അത് നമ്മൾ പഠിപ്പിക്കുന്നില്ല. പലവരും ഇപ്പം ഞാനിപ്പോൾ ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞു, നമ്മൾ ക്യാഷ് അക്കാഡമി പറഞ്ഞ ഒരു എഡ്യൂടെക്കിൻ്റെ ഡയറക്ടറാണ്. അതിന് മുമ്പ് ഞാൻ വർക്ക് ചെയ്തത് ഒരു കോളേജിലാണ്. ഞാനൊരു കോളേജിലെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് കൊമേഴ്സാണ്, എൻ്റെ സ്റ്റുഡൻസ് കൊമേഴ്സാണ്, എൻ്റെ കൂടെയുള്ള കൊളീഗ്സ് കൊമേഴ്സ് ഫാക്കൽറ്റിയാണ്. പക്ഷേ പലപ്പോഴും ഞാൻ ഉൾപ്പെടെ നമുക്ക് തന്നെ ഇതിൻ്റെ ഒരു എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ സ്കാംസിന് മാറി നിൽക്കണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടെയുള്ള ആ ഗ്രൂപ്പിന് അത്ര അവയർനെസ് ഇല്ല. കാരണം അത് എന്തായാലും ഡിഫറെൻറ്റ് ആയിട്ടുള്ളൊരു സ്കില്ലാണ്. ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഗവൺമെൻറ് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം മനസ്സിലാക്കിയിട്ടുണ്ട്. അത് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചെറിയ ക്ലാസ്സസിൽ വരെ ഫിനാൻഷ്യൽ ലിറ്ററസി കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ കോളേജുകളിലും അതിനായുള്ള ചേഞ്ചസൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പം നേരത്തെ വന്നൊരു ടോപ്പിക്കിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കേരളത്തിൽ മാത്രം ഒരു 800 കോടിയിലധികം ഫിനാൻഷ്യൽ ലിറ്ററസി സ്കാംസുകളുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ എന്തെല്ലാം കൈൻഡ് ഓഫ് സ്കാംസ് ഉണ്ട്, അതിൽ ആളുകൾ എന്തുകൊണ്ട് എത്തിപ്പെടുന്നു, അതിൽ നിന്ന് എങ്ങനെ നമുക്ക് മാറി നിൽക്കാമെന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു സ്ട്രക്ചറാണ് ഞാനിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ പൊതുവേ ഇപ്പം നമ്മൾ ഈ ഒരു ഫിനാൻഷ്യൽ ലിറ്ററസി സ്കാമിൽ നോക്കുമ്പം ഏറ്റവും കൂടുതൽ സ്കാം നടക്കുന്നത് ട്രേഡിംഗ് സ്കാമാണ്. നമ്മൾ ഈ 5 കാറ്റഗറി ആയിട്ടാണ് ഈ സ്കാംസിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഒരു 33% സ്കാംസ് നടക്കുന്നത് ട്രേഡിംഗ് സ്കാംസാണ്. പിന്നെ രണ്ടാമത് വരുന്നത് ജോബ് അപ്ലിക്കേഷൻ സ്കാംസാണ്. അതിപ്പം നമ്മൾ വിഷയമല്ല. പിന്നെ വരുന്ന സ്കാമുകളാണ് ലോൺ ആപ്പിൻ്റെ സ്കാം, ഇൻവെസ്റ്റ്മെൻറ്റ് സ്കാമുകൾ ആണ് പിന്നീട് വരുന്ന സ്കാമുകളൊക്കെ. അപ്പോൾ ട്രേഡിംഗ് സ്കാമിൽ നമ്മൾ ആദ്യം അതിലേക്ക് തുടങ്ങാം. ഓക്കെ, ഇപ്പോൾ
ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്യും. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉടനെ നിങ്ങൾക്ക് വരുന്ന അഡ്വർടൈസ്മെൻറ്റാണ്. അഡ്വർടൈസ്മെൻറ്റ് വെച്ചാൽ നിങ്ങൾ ട്രേഡ് ചെയ്യാം, നിങ്ങൾക്ക് പെട്ടെന്ന് കാശ് ഉണ്ടാക്കാം എന്നുള്ള കാര്യങ്ങളാണ് വരാം. അപ്പം അതിലുള്ള ഒരുപാടായിട്ടുള്ള ഫേക്ക് ആയിട്ടുള്ള സ്ക്രീൻഷോട്ടുകളും ഇങ്ങനെയൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആരെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യും. കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നീട് നടക്കുന്നത് വെച്ചാൽ നമ്മളൊരു ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒരു ജോയിൻ ചെയ്യിപ്പിക്കും. ജോയിൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് എന്താണ് നിരന്തരമായിട്ട് സ്ക്രീൻഷോട്ടുകൾ കിട്ടുകയാണ്. ഞാൻ 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തു, എനിക്ക് ഡെയിലി 5000 രൂപ കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഒരു ടെംപ്റ്റ് ചെയ്യും. ഇൻസ്റ്റന്റ് മണി മേക്കിംഗ്, ഈസി മണീൻ്റെ പിന്നാലെ പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നത്. പിന്നീട് അവർ കോൺടാക്ട് ചെയ്തിട്ട് പറയും ചെറിയൊരു എമൗണ്ട് മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ മതി, ചെറിയ എമൗണ്ടിൽ നമുക്ക് ആദ്യത്തെ നല്ല റിട്ടേൺസ് കിട്ടും. റിട്ടേൺസ് കിട്ടി പിന്നീടാണ് ആളുകളുടെ കയ്യിൽ ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് പോകുന്നത്. പിന്നെ രണ്ടാമത് എന്താണ് നമുക്ക് റിട്ടേൺസ് കിട്ടുന്നത് കാണുമ്പോൾ ആളുകൾ എന്താണ് കൂടുതൽ കാശ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യും. അത് പിന്നീട് ഈ ഇൻവെസ്റ്റ് ചെയ്ത ആൾ എബ്സ്കൗണ്ടിങ് ആവുക അല്ലെങ്കിൽ നമ്മൾ ആ ഗ്രൂപ്പ് തന്നെ ഇല്ലാതാകും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് മനസ്സിലാക്കി, ഇതുകൊണ്ടാണ് ആളുകൾ എങ്ങനെയാണ് അതിൽ പെടുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കി. പിന്നെ ഈ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ട്രേഡിംഗ് അത്ര ഈസിയായ സംഭവമല്ല. ട്രേഡിംഗ് വെച്ചാൽ ഒരു സീറോ സം ഗെയിം എന്ന് പറയും. സീറോ സം ഗെയിം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ സെഫാൻ്റെ നഷ്ടമാണ് എൻ്റെ ലാഭം. ഇപ്പം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു വെൽത്ത് ക്രിയേഷനാണ്. ഇപ്പം ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം സെഫാൻ ഇപ്പോൾ റിലയൻസ് പറഞ്ഞൊരു ഷെയർ വാങ്ങിച്ചു. റിലയൻസ് എന്ന കമ്പനി ഗ്രോ ചെയ്യുന്ന അനുസരിച്ചിട്ട് നമ്മുടെ ഷെയറിൻ്റെ പ്രൈസും കൂടും. അപ്പോൾ അത് എല്ലാവർക്കും ഒരു ബെനിഫിറ്റ് ആവുന്ന കാര്യമാണ്. പക്ഷേ ട്രേഡിംഗ് എന്ന് പറയുമ്പം സെഫാൻ്റെ നഷ്ടമാണ് എൻ്റെ ലാഭം. അപ്പം ട്രേഡിംഗ് വെച്ചാൽ അത് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല, വളരെ ഒരു ഹൈലി റിക്വയർഡ് സ്കില്ലുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് വരുന്നത് വെച്ചാൽ ഇതുപോലെ ഈസി മണി ആലോചിച്ചിട്ടാണ് ആളുകൾ അവിടെ എത്തിപ്പെടുന്നത്. അപ്പോൾ ഇനി അതിൽ നിന്ന് നമുക്ക് എങ്ങനെ മാറി നിൽക്കാമെന്നുള്ള കാര്യങ്ങളാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമ്മൾ അറിവോ സമ്മതമോ ഇല്ലാതെ മറ്റൊരാൾക്ക് നമ്മളെ പറ്റിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇങ്ങനത്തെ ഒരു ഈസി മണി എന്ന് പറയുമ്പോൾ തന്നെ നമ്മളതിലേക്ക് അങ്ങനത്തെ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക, അങ്ങനത്തെ ഇതിലേക്ക് പോകാതിരിക്കുക ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്. അപ്പം പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വെച്ചാൽ ഇതുപോലെയുള്ള ആളുകൾ വന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ അവർ സെബി രജിസ്റ്റേർഡ് ആണോ നോക്കാം. അതിനുള്ള സെബി സാർത്തി എന്ന ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള അത് നമ്മൾ നെറ്റിൽ അടിച്ച് കഴിഞ്ഞാൽ കിട്ടും. രജിസ്റ്റേർഡ് ആയ ആളുകളാണോ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്, രജിസ്റ്റേർഡ് ആയ ഫേം ആണോ. പിന്നെ നമുക്ക് എന്തെങ്കിലും അങ്ങനത്തെ ഫിനാൻഷ്യൽ അഡ്വൈസ് വേണമെങ്കിൽ തന്നെ സെബി രജിസ്റ്റേർഡ് ആയ അഡ്വൈസേഴ്സ് ഉണ്ട്. അവർക്കൊരു ഐഡിയ ഉണ്ട്, നമുക്കത് നോക്കിക്കഴിഞ്ഞാൽ അത് എല്ലാ ഡീറ്റെയിൽസും അവൈലബിൾ ആണ്. അപ്പം അങ്ങനത്തെ ഇതിൽ മാത്രം നമ്മൾ എന്താണ് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പൊതുവേ നമ്മൾ കാണുന്ന ഇപ്പോൾ ഉള്ള ഫ്രോഡ്, സൈബർ ഫ്രോഡാണെങ്കിലും സൈബർ ക്രൈം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും ഇപ്പോൾ ഇന്നത്തെ കാലത്ത് യൂസ് ചെയ്യുന്ന AI ഡീപ് ഫേക്ക് പോലെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഒറിജിനൽ ഒരാളുടെ ഫേസും സൗണ്ടും വോയിസൊക്കെ വരുമ്പോൾ നമുക്കതെങ്ങനെ തിരിച്ചറിയാം? അത് എൻ്റെ തന്നെ ഫ്രണ്ട് എന്നെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് സോഷ്യൽ മീഡിയയിൽ നിർമ്മല സീതാരാമൻ നമ്മൾ ഫിനാൻസ് മിനിസ്റ്ററിൻ്റെ പേരിൽ ഒരു വോയിസ് 61 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മന്ത്ലി റിട്ടേൺസ് കിട്ടുമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ടെക്നോളജി നമുക്കൊക്കെ ഹെൽപ്ഫുള്ളാണ്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഈ ടെക്നോളജീൻ്റെ മിസ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ അപ്പുറത്തുണ്ട്. അപ്പോൾ നമ്മൾ വളരെ കോഷ്യസ് ആയിരിക്കണം. അത് അങ്ങനത്തെ ഒരു സ്കാം, അങ്ങനത്തെ ഒരു നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞതിലേക്ക് ഒരു വിഷയത്തിലേക്ക് തിരിച്ചു വരണം. നമ്മൾ എങ്ങനെ ഇതിൽ നിന്ന് മാറി നിൽക്കാമെന്നുള്ള കാര്യങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഒരു ക്വിക്ക് മണി എന്ന് പറയുന്ന സംഭവത്തിൽ നമ്മൾ വിശ്വസിക്കരുത്. പെട്ടെന്ന് ഗെറ്റ് റിച്ച് ക്വിക്ക് എന്ന് പറഞ്ഞൊരു സംഭവം, അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഇല്ല. ഓക്കെ, അങ്ങനെയാണ് ആളുകളെ ടെംപ്റ്റ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ രണ്ടാമത് നമ്മൾ പറയുന്നത് വെച്ചാൽ നമ്മൾ ഒരിക്കലും ഒരാളെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഈ ട്രേഡിംഗ് സ്കാം എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, അതിൽ എല്ലാം സംഭവിക്കുന്നത് വെച്ചാൽ ഇവർ ഒരു വ്യക്തിയുടെ അക്കൗണ്ടിലോട്ടാണ് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഒരു ഓർഗനൈസേഷനിലേക്കല്ല. ഒരു രജിസ്റ്റേർഡ് ആയുള്ള ബ്രോക്കേഴ്സിന് അല്ലെങ്കിൽ അങ്ങനെയല്ല ഒരു ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമ്മൾ അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ ഈ സ്കാമുകളൊക്കെ ഉണ്ടായതുകൊണ്ട് ആളുകൾക്ക് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയാണ്. അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് വെച്ചാൽ നമുക്കൊരു വെൽത്ത് ക്രിയേഷനിൽ നല്ല രീതിയിൽ നമുക്ക് ഷെയർസ് വാങ്ങിക്കാം. ഇപ്പം ഇസ്ലാമിക രീതി പറയുന്നതിന് ശരിയായ കംപ്ലയൻസ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, അതിൽ റെക്കമെൻഡ് ചെയ്യുന്ന സ്റ്റോക്സുകളുണ്ട്. അപ്പം അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമ്മൾ ഒരു അക്കൗണ്ട് ഓപ്പൺ, ഡിമാറ്റ് അക്കൗണ്ട് എന്നാണ് അതിന് പറയാം. ഇപ്പം നമ്മൾ ബാങ്കിലൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് സേവിങ് അക്കൗണ്ടാണ്. അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഇതുപോലെ ഷെയർസും
വാങ്ങിക്കണമെങ്കിൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്നൊരു അക്കൗണ്ടാണ് ഡിമാറ്റ് അക്കൗണ്ട്. അത് രജിസ്റ്റേർഡായ ബ്രോക്കേഴ്സ് ത്രൂ ആണ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുക. അവർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടായിട്ട് ലിങ്ക്ഡ് ആണ്. അപ്പോൾ നാച്ചുറലി നമ്മൾ വാങ്ങിക്കുന്നത് നമ്മൾ വിൽക്കുന്നതൊക്കെ നമ്മൾ ഡയറക്റ്റ്ലി നമ്മുടെ ബാങ്കിലാണ് വരിക. ഇപ്പോൾ ഈ ട്രേഡിംഗ് സ്കാമിലൊക്കെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഈ ആളുകളൊക്കെ വേറെ ഒരു പേഴ്സണൽ അക്കൗണ്ടിലേക്കാണ്, ഈ സ്കാംസ്റ്റേഴ്സിൻ്റെ അക്കൗണ്ട്സിലേക്കാണ് ഇവർ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തത്. അപ്പോൾ ആദ്യം ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് റൂൾ ഇതിൽ വേണ്ടി വെച്ചാൽ നമ്മൾ ഫണ്ട് വേറെ ആളെ കയ്യിൽ കൊടുക്കരുത്, ക്യാഷ്. അത് നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഈ സ്കാമിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും, രക്ഷപ്പെടാൻ പറ്റും. ഇപ്പോൾ സാറ് പറഞ്ഞല്ലോ ഡിമാറ്റ് അക്കൗണ്ടിനെ കുറിച്ച്. ഈ ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ബാങ്കിൽ അക്കൗണ്ട് എടുക്കുന്ന പോലെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ലിറ്ററസി ഇല്ലാത്ത അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് സ്കില്ലില്ലാത്ത ആളുകൾ പോലും പലപ്പോഴും ഈ ട്രേഡിംഗ് പോലെയുള്ള കാര്യങ്ങളിലേക്ക് പോയി അവരുടെ എല്ലാ സമ്പാദ്യവും നഷ്ടപ്പെടുത്തുന്ന രീതി നമ്മൾ കാണാറുണ്ട്. ഇതിനെക്കുറിച്ച് ഐഡിയ ഇല്ലാത്ത ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും കാണുന്ന ഓരോ വീഡിയോകൾ കണ്ടിട്ട് അതിനെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താണ്? നമ്മൾ അങ്ങനെ അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഇതുപോലെ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഇൻവെസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഉണ്ട്. അത് നമുക്ക് അടിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ബ്രോക്കേഴ്സ് ഉണ്ട്. ഓക്കെ, അവരെ അപ്രോച്ച് ചെയ്താൽ മതി. അവരെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരെ കസ്റ്റമർ കെയർ നമ്പർ ഒക്കെ വെബ്സൈറ്റുകൾ ഉണ്ടാവുമല്ലോ. അവരെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഡയറക്റ്റ്ലി നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. നമ്മൾ ആകെ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മളെ ക്യാഷ് വേറൊരു ആളെ പേഴ്സണൽ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യരുത്. ഇപ്പം ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളൊക്കെ ആണെങ്കിലും നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളെ ബാങ്ക് അക്കൗണ്ടായിട്ടാണ് ലിങ്ക്ഡ്. അപ്പം നമ്മൾ വിറ്റാലും വാങ്ങിച്ചാലൊക്കെ നമ്മളെ അക്കൗണ്ടിലോട്ട് വരുള്ളൂ. വേറൊരാൾ സെക്കൻഡ് പേഴ്സൻ്റെ അക്കൗണ്ടിലോട്ട് നമ്മൾ മാറ്റുമ്പോഴാണ് ഈ സ്കാമുകളൊക്കെ നടക്കുന്നത്. അപ്പോൾ അത് ചെയ്യാതിരുന്നാൽ തന്നെ നമുക്ക് എന്താണ് അത് തടയാൻ പറ്റും. പിന്നെ രണ്ടാമെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് എപ്പോഴും ഈ സ്കാംസ്റ്റേഴ്സ് എന്ന് പറയുന്നത് വെച്ചാൽ അവർക്ക് ഭയങ്കര ഒരു അറിബറിയായിരിക്കും. നിങ്ങൾ പെട്ടെന്ന് ഇൻവെസ്റ്റ് ചെയ്യുക, നിങ്ങൾ മിസ് ചെയ്യുന്നു, നിങ്ങൾ അങ്ങനെ നമ്മളെ ടെംപ്റ്റ് ചെയ്യും. അതിൽ നമ്മൾ പെടാതിരിക്കുക. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഇൻവെസ്റ്റ്മെൻറ്റ് സമയം എടുത്തിട്ടാണ് ഗ്രോ ചെയ്യുക. ഇപ്പോൾ എവിടെയാണെങ്കിൽ നമ്മൾ ഷെയർ വാങ്ങിക്കുകയാണെങ്കിലും നമ്മളിപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലൊക്കെ ടാറ്റ എത്തിക്കൽ ഫണ്ട് എന്നൊക്കെ ശരിയായ കംപ്ലയിൻസ് ഫണ്ടുകളൊക്കെ ഉണ്ട്. അതിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലും ഇറ്റ് ടേക്സ് ടൈം. അപ്പോൾ ഒരിക്കലും ഒരു സുപ്രഭാതത്തിൽ റിച്ച് ആകാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോളിസിയിലും ഒരു ഇതിലും ഇപ്പോൾ ഇഫ് സംതിങ് ഈസ് ടു ഗുഡ് ടു ബി ട്രൂ അതിൻ്റെ പിന്നിൽ ഇതുണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഫണ്ട് ചോദിക്കാം. നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പറയുന്നതുകൊണ്ട് ഇപ്പം പൊതുവേ നമ്മൾ ഇവിടെ ഈ ചുറ്റുവട്ടത്തുള്ള നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അധികം വരും FD ആണ് പറയുക, ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലേ. ഫിക്സഡ് ഡെപ്പോസിറ്റിന് എത്ര ശതമാനമാണ് അതിൽ ഒരാൾക്ക് ബെനിഫിറ്റ്? 6 or 7% ആണ്. ഇപ്പം നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഇപ്പം എത്തിക്കൽ ഫണ്ട് എന്ന് പറയുമ്പോൾ 4 എത്തിക്കൽ ഫണ്ടുകൾ ഇപ്പോൾ ഇന്ത്യയിലുണ്ട് മെയിൻലി. ടാറ്റ എത്തിക്കൽ ഫണ്ട് ഉണ്ട്, ടോറസ് ഉണ്ട്, ക്വാണ്ടം എത്തിക്കൽ ഫണ്ട് ഉണ്ട്, വെൽ കമ്പനി മാനേജ്മെൻറ്റിൻ്റെ എത്തിക്കൽ ഫണ്ട് ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ നമ്മളൊരു റിട്ടേൺസ് നോക്കിക്കഴിഞ്ഞാൽ 3 വർഷത്തിൽ കൂടുതൽ അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 12% കൂടുതൽ റിട്ടേൺസ് കിട്ടുന്നുണ്ട് FD യേക്കാളും. കാരണം FD എന്ന് പറയുമ്പം നമ്മളിപ്പോൾ ഒരു ഇൻഫ്ലേഷൻ എന്ന് പറയുമല്ലോ, നമ്മളൊരു മണിയുടെ വാല്യൂ കുറയുമെന്ന് പറയുമല്ലോ, അതിൻ്റെ ഒരു പെർസെൻറ്റേജ് ഈ ഒരു 6 മുതൽ 7% വരെ ഉണ്ട്. അപ്പം നമ്മൾ FD ഇടുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്ത് ജീവിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുമ്പോഴാണ് ഇതുപോലുള്ള ഈ സ്കാംസ്റ്റേഴ്സ് അവർ അപ്രോച്ച് ചെയ്യുക. നിങ്ങൾക്ക് അപ്പം എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കൂടുതൽ റിട്ടേൺസ് തരുമെന്ന് പറയുമ്പോൾ അവരെന്താണ് അറിയാതെ അതിൽ ബന്ധപ്പെടുന്നതാണ്. അപ്പോൾ വളരെ ചെറിയ ഏജിൽ തന്നെ നമ്മളെന്താണ് ഇതുപോലെയുള്ള നല്ല ഫണ്ടുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, സമയം കൊടുക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ നമുക്കത് ടൈം കൊടുക്കുകയാണെങ്കിൽ നമുക്കത് നല്ല രീതിയിൽ റിട്ടേൺസ്. ഈ മേഖലയിലൊക്കെ ഒരുപാട് ഫിനാൻഷ്യൽ ഫ്രോഡ് നടക്കുന്നുണ്ട്. നമുക്ക് ഇപ്പം ബേസിക് ആയിട്ട് ഇപ്പോൾ ഒരാൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാണുകയാണ് ഈ ഒരു പ്രധാനമായിട്ട് ഇപ്പോൾ ഇന്നത്തെ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലൊക്കെ ട്രേഡിങ്, ക്രിപ്റ്റോ, ഫോറക്സ് ട്രേഡിംഗ് ഒക്കെ വളരെ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവർ ഇത് കണ്ടാൽ നമുക്ക് പെട്ടെന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും എന്നുള്ള ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോൾ ഇല്ല, ഞാൻ ഈ പൊതുവേ ഈ മീൻസ് അങ്ങനത്തെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ക്യാഷ്, ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിലോട്ട് വരുന്നത്, കൂടുതൽ പെട്ടെന്ന് ക്യാഷ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഒരു ഈ ഫിനാൻസ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ആരെങ്കിലും ഗ്യാരണ്ടീഡ് റിട്ടേൺസ് പറയുകയാണെങ്കിൽ, 100% ഗ്യാരണ്ടീഡ് റിട്ടേൺസ് പറയുകയാണെങ്കിൽ അത് നിങ്ങൾ ഒന്ന് കോഷ്യസ് ആയിരിക്കണം. അങ്ങനെ ഒരു സംഭവം ഇല്ല. അതാണ് ഈ ഇപ്പം നിങ്ങൾ പറഞ്ഞ എല്ലാ എക്സാമ്പിളിലും അവർ എന്തായാലും ഗ്യാരണ്ടീഡ് റിട്ടേൺസിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം അങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം അതിലെന്തോ ഇതുണ്ട്. പിന്നെ ഞാൻ നേരത്തെ ഞാൻ FDൻ്റെ ഇത് ചോദിക്കാൻ കാരണം വെച്ചാൽ 6 മുതൽ 7% വരെ പറഞ്ഞു അല്ലേ. അപ്പം നമുക്ക് പിന്നെ മറ്റുള്ള നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു 12% ഇന്ത്യയിൽ ഹിസ്റ്റോറിക്കലി. അത് എപ്പോഴും നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ താഴെ പറയും, മ്യൂച്വൽ ഫണ്ട് സബ്ജക്റ്റ് മാർക്കറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്.
അപ്പം അതിൽ കൂടുതൽ റിട്ടേൺസ് ആയിരിക്കും, ഒരു 20% കൂടുതൽ റിട്ടേൺസ് എന്തെങ്കിലും ഏത് കൈൻഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് പറയുകയാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം. നേരത്തെ ഞാൻ വന്ന പോയിന്റിലേക്കാണ്, ഇഫ് സംതിങ് ഈസ് ടു ഗുഡ് ടു ബി ട്രൂ എന്ന് പറയുമ്പോൾ നമ്മൾ കോഷ്യസ് ആയിരിക്കണം. അപ്പോൾ ഇപ്പോൾ ഒരുപാട് ഇവർ യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ് നമ്മൾ പറ്റിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ആ ടെക്നോളജി യൂസ് ചെയ്തിട്ട് തന്നെ ഇത് ശരിയാണോ ഇവർ പറയുന്ന കാര്യങ്ങൾ എന്നുള്ള കാര്യം ഇപ്പോൾ ചെക്ക് ചെയ്യാൻ പറ്റുമല്ലോ. ഇപ്പോൾ AI ചാറ്റ് GPT ഉണ്ട്, നമുക്ക് അവരുടെ ഇൻഫർമേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലുള്ള സ്കാംസ്റ്റേഴ്സിനെ നമ്മൾ തടയാണ് വേണ്ടത്. ഓക്കെ. അപ്പോൾ അതുപോലെ സാർ, ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ അശ്രദ്ധ കൊണ്ട് പോലും ചില സമയത്ത് നമ്മൾ ആ സ്കാമിൻ്റെ ഭാഗമായി മാറാറുണ്ട്. ഇപ്പോൾ നമ്മൾ ബാങ്കിങ് ആപ്പുകൾ മുഖേനയോ അല്ലെങ്കിൽ നമ്മുടെ ചില ഇടപെടലുകൾ, തെറ്റായ ഇടപെടലുകൾ മുഖേന അശ്രദ്ധ മൂലമൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് എങ്ങനെ ഈ ഒരു ഇല്ലിറ്ററസി എങ്ങനെ നമുക്ക് മറികടക്കാൻ പറ്റും? അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വെച്ചാൽ ഒരിക്കലും വാട്സപ്പ് ത്രൂ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഫേംസ് ഉണ്ടല്ലോ, വാട്സപ്പ് ത്രൂ നിങ്ങളുടെ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കാൻ പറയില്ല, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്. പിന്നെ ഒരു ഫിഷിംഗ് ലിങ്ക്സ് എന്ന് പറയും, ഫിഷിംഗ് സ്കാമുകൾ എന്ന് പറയും. ഫിഷിംഗ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ലിങ്ക് വരും. ആ ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ മെസ്സേജ് വരാം, നാളെ മുതൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ആകും. അപ്പോൾ ആളുകൾ ഇത് കാണുമ്പോൾ പെട്ടെന്ന് പാനിക്കാവും. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടെന്നുള്ള. അപ്പോൾ ഒരിക്കലും അങ്ങനത്തെ ലിങ്കുകൾ വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക. അങ്ങനെ എന്തെങ്കിലും വന്നാൽ നിങ്ങൾ ഡയറക്റ്റ്ലി ബാങ്കിനെ അപ്രോച്ച് ചെയ്യുക. ഓക്കെ, ബാങ്കിനായിട്ട് കോൺടാക്ട് ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം മെസ്സേജുകൾ കണ്ട് അധികം പേര് പേടിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യാറ്. അപ്പോൾ പൊതുവേ സ്കാംസ് എന്ന് പറഞ്ഞാൽ ഫിഷിംഗ് ലിങ്ക്സ് ഞാൻ നേരത്തെ പറഞ്ഞ മെയിലായിട്ടോ മെസ്സേജായിട്ടോ വരും. നിങ്ങൾ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നാളെ മുതൽ പ്രവർത്തിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇത് വരും. പിന്നെ അതുപോലെ ഫോൺ വരും. ഫോൺ വന്നിട്ട് ഇതേപോലെയുള്ള മെസ്സേജുകൾ വരും, നിങ്ങൾ അക്കൗണ്ട് നാളെ മുതൽ ഇനി പ്രവർത്തിക്കില്ല, നിങ്ങളിതിൽ 1 പ്രസ് ചെയ്യുക, 2 പ്രസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. അപ്പോൾ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നാച്ചുറലി നമ്മളെ ഇൻഫർമേഷൻ അങ്ങനത്തെ സ്കാമുകൾ നടക്കുന്നുണ്ട്. പിന്നെ ലോട്ടറി സ്കാമുകൾ വെച്ചാൽ നമുക്ക് മെസ്സേജ് വരും, നിങ്ങൾ സെലക്ട് ചെയ്തു, നിങ്ങൾക്ക് 10 ലക്ഷം അടിച്ചിട്ടുണ്ട് എന്നിട്ട് മെസ്സേജ് വരും. അപ്പം ആളുകൾ ഭയങ്കര എക്സൈറ്റഡ് ആവും. അതിനെന്തെങ്കിലും ഇൻഫർമേഷൻ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കും. സെക്കൻഡ് നിങ്ങൾക്ക് വരുന്നത് വെച്ചാൽ നിങ്ങൾ ഈ 10 lakhs നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെറിയൊരു എമൗണ്ട്, ഒരു 2000-3000 രൂപ നിങ്ങൾ അയച്ചു കൊടുക്കാമെന്ന് പറയും. അങ്ങനെയാണ് അവർ ഇതുപോലെ ആയിരക്കണക്കിന് ആളുകളെ കോൺടാക്ട് ചെയ്യുന്നുണ്ടാവും. അവർക്കൊരു 10-20 പേരെ കിട്ടിക്കഴിഞ്ഞാൽ അവർ ഇതിലായിട്ട്. ഇപ്പം നെറ്റ്ഫ്ലിക്സിലൊരു ഫേമസ് സീരീസ് ഉണ്ട്, ജംതാര എന്ന് പറഞ്ഞിട്ടുള്ള സീരീസ് ഉണ്ട്. ജാർഖണ്ഡിലുള്ള ഒരു വില്ലേജാണ്. ആ വില്ലേജിൽ ഉള്ള ഒരുപാട് ആളുകൾ ഈ ഇങ്ങനത്തെ ഒരു സ്കാമിൽ ഇൻവോൾവ് ആയിട്ട് അതിന് ബേസ് ചെയ്തിട്ട് നെറ്റ്ഫ്ലിക്സിലൊരു സീരീസ് തന്നെ, ഒരു വില്ലേജിലുള്ള കൂടുതൽ ആളുകളും ഈ സ്കാമിന് വേണ്ടിയിട്ട് അവിടെ ആളുകൾ ഒരു ദിവസം അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ വിളിക്കല്ലേ, കൂടുതൽ ആളുകൾ വിളിച്ചു കഴിഞ്ഞാൽ 4-5 പേര് കിട്ടിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ 4-5 പേരിൽ ഉൾപ്പെടാതിരിക്കുക എന്നുള്ള കാര്യങ്ങളാണ്, അത് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ എൽഡേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ പലപ്പോഴും ഇതിൻ്റെ ഭാഗമായി മാറാറുണ്ട്. ഇപ്പോൾ സാറ് പറഞ്ഞ ഈ ഒരു കാര്യം, ഇപ്പോൾ ഈ അടുത്ത് ഒരു പ്രായമുള്ള ഒരാൾ എന്ത് ചെയ്തു, 2 കോടി അദ്ദേഹത്തിൻ്റെ പിന്നെ സേവിങ്സ് പെട്ട 2 കോടി എന്ത് ചെയ്തു, അദ്ദേഹത്തിന് നഷ്ടമായി. ഇതുപോലുള്ളൊരു കൈൻഡ് ഓഫ് സ്കാമായിരുന്നു. കോൾ ചെയ്താണ്ട് അവർ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത് റിട്ടയർഡ് ആയ ആളുകളാണ്. ഇപ്പോൾ ഡിജിറ്റൽ അറസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പം ഇപ്പം എനിക്കൊന്ന് കഴിഞ്ഞ മാസം തന്നെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു മലയാളം ന്യൂസ് പേപ്പറിൽ, ഇതുപോലെ ഇവിടുത്തെ ഒരു ബാങ്കിൽ പ്രായമുള്ള ആൾ. അപ്പം അതിൽ ഫോൺ വന്നതാണ്, നിങ്ങൾ ഡീറ്റെയിലായിട്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഈ ഫോണിൽ ഓൺലൈനായിട്ട് നിൽക്കണം, വേറെ ആരോട് സംസാരിക്കരുത് പറഞ്ഞു. പുള്ളി ബാങ്കിൽ പോയിട്ട് വലിയൊരു എമൗണ്ട് 50 ലക്ഷം വിഡ്രോ ചെയ്യാൻ വേണ്ടി കൊടുത്തു. ബാങ്കിലെ കാഷ്യറിന് സംശയം തോന്നിയിട്ട്, പക്ഷേ പുള്ളി റെസ്പോണ്ട് ചെയ്യുന്നില്ല. കാരണം അവർ ഓപ്പോസിറ്റ് സൈഡിൽ അവരിരുന്നിട്ട് അവർ പേടിപ്പിക്കുകയാണ്, നിങ്ങൾ ആരെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഈ കാഷ്യർ എന്ത് ചെയ്തു, ഇന്ന് തരാൻ പറ്റില്ല നാളെ തരാമെന്ന് പറഞ്ഞിട്ട് മടക്കി അയച്ചുകൊണ്ട് മാത്രം ആ സ്കാം അവിടെ പോയി. പിന്നെ ഈവനിങ് ആകുമ്പോൾ ഇവർ കോൺടാക്ട് ചെയ്തു, അപ്പോഴാണ് മനസ്സിലാക്കിയത് ഇതൊരു ഡിജിറ്റൽ അറസ്റ്റാന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർ കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്ന വെച്ചാൽ റിട്ടയർഡ് ആയ ആളുകളാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു ഫിഗർ 800 കോടിയിൽ കൂടുതലാണ് കേരളത്തിൽ മാത്രം ഫിനാൻഷ്യൽ സൈബർ ക്രൈംസിൻ്റെ റിപ്പോർട്ട് ചെയ്തപ്പെട്ട ഫിഗറാണ്. ഏറ്റവും കൂടുതൽ ഇത് ഏത് ജില്ലയാണ്? മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ FIRs രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 4500 FIRs മലപ്പുറത്ത് മാത്രം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു മേഖലയിലാണ് കൂടുതൽ ഫ്രോഡ്സ് നടക്കുന്നത്. ഫിനാൻഷ്യൽ ലിറ്ററസി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നമ്മളൊരു മാറ്റി വെക്കേണ്ട ഒരു കാര്യമല്ല. നമ്മൾ എപ്പോഴും പറയും നമ്മൾ എന്തായാലും ഏൺ ചെയ്യും, സ്പെൻഡ് ചെയ്യും അല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലുള്ള സ്കാംസിൽ നിന്ന് പെടാതെ നമ്മൾ മാറി നിൽക്കും വേണം. ഫിനാൻഷ്യൽ ലിറ്ററസി വളരെ കുറവാണ്. അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്താണ് ഒരു ഇമ്പോർട്ടൻറ്റ് ലൈഫ് സ്കില്ലാണ്, ഒരു സ്കില്ലാണ്, ലൈഫ് സ്കില്ലാണ്. അപ്പോൾ അതെല്ലാവരും പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്.
ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ സ്കാം അതല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രോഡിനൊക്കെ നമ്മൾ ഇരയായി കഴിഞ്ഞാൽ നമ്മളെന്താ പെട്ടെന്ന് ചെയ്യേണ്ട, അതിനുള്ളൊരു നമുക്കൊരു പരിഹാരം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? അപ്പോൾ അതിൽ ഇപ്പം കേരളത്തിൽ തന്നെയുള്ള ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഒരാൾ ഇതുപോലെ സ്കാമിൽ പെട്ടു. അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് റിപ്പോർട്ട് ചെയ്തു. ഈ 24 hours റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്യാഷ് കിട്ടാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ആ അക്കൗണ്ടിൽ നിന്നൊക്കെ പല അക്കൗണ്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഈ ഒരു പുള്ളിയുടെ ക്യാഷ് അവർ കാശ്മീരിലുള്ളൊരു ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് ഇവർക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. പെട്ടെന്ന് സമയം കൂടുന്തോറും അത് വേറെ പല അക്കൗണ്ടിലോട്ട് മാറി അത് മോണിറ്റർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞുകൊണ്ട് മാത്രം ആ പുള്ളിക്ക് എന്താണ് ക്യാഷ് കിട്ടി. അതിൻ്റെ നമ്മൾ ഈ ഫിനാൻഷ്യൽ ഫ്രോഡ്സ് എന്ന് പറയുമ്പോൾ അതിലുള്ള റിക്കവറി റേറ്റ് വളരെ കുറവാണ്. കാരണം അതിന് ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിനും അതിനായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഈ പല ഫോറിൻ കൺട്രീസിനേക്കും ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടാകാം, പല രീതികളും ഉണ്ടാവും അവർക്ക്. നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് 1930 ഇപ്പം നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ ഇപ്പോൾ പറയുന്നുണ്ടല്ലോ, അത് ഇപ്പോൾ ഗവൺമെൻറ് പോലും അത്ര ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് വെച്ചാൽ അത്രമാത്രം ഫ്രോഡ് നടക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ ഫസ്റ്റ് തന്നെ പറയുന്നത് നിങ്ങൾ OTP ആർക്കും കൊടുക്കരുത്, നിങ്ങളിതിന് തട്ടിപ്പിൽ നിന്ന് മാറി നിൽക്കണമെന്ന്. ഡിസ്പൈറ്റ് ഓൾ ഓഫ് ദിസ്, ഇത് ഇത്രമാത്രം മെസ്സേജുകൾ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അൺഫോർച്ചുനേറ്റ്ലി എന്താണ് നമ്മൾ ആളുകൾ ഇതിൽ പോയിട്ട് പെടുന്നതാണ്. അപ്പോൾ ആ ഒരു സ്കില്ല് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആളുകൾ ഇതിനെക്കുറിച്ച് അവെയർ ആയിരിക്കാൻ മാത്രമേ ഉള്ളൂ. ഏത് പ്രായക്കാരാണെങ്കിലും അതിനെക്കുറിച്ച് അവെയർ ആയിരിക്കാൻ ചെറിയ പ്രായത്തിൽ തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും. സിസ്റ്റത്തിലൊക്കെ അത് വരണം. സിസ്റ്റത്തിലൊക്കെ അത് വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഇപ്പോൾ സെബി ആണെങ്കിലും NCFE ആണെങ്കിലും അവർ കോളേജ് സ്റ്റുഡൻസിലെ ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് മാക്സിമം ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അവർ മാത്രമല്ല ബാക്കിയുള്ള എല്ലാ നമ്മൾ പബ്ലിക്കിലേക്ക് ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് എത്തണം, എല്ലാവരും ഇത് എത്തണം. ഇത്ര നേരം നമ്മളുമായി സംസാരിച്ച ഷാനവാസ് സാർ, ഫിനാൻഷ്യൽ ഫ്രോഡ് അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് നല്ല രീതിയിൽ അവയർനെസ് തന്ന സാറ്, നമ്മൾ പ്രത്യേകിച്ച് ഈ ഒരു സെഷനിലൂടെ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഹാർഡ് വർക്കിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന നമ്മുടെ സമ്പാദ്യം അത് ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ ഫ്രോഡുകൾക്ക് നമ്മളൊരിക്കലും വെറുതെ ഇട്ട് കൊടുക്കാൻ പാടുള്ളതല്ല. നമ്മളതിനെക്കുറിച്ച് ഫിനാൻഷ്യൽ ലിറ്ററസി നേടുന്ന ആളുകളായിട്ട് മാറണം. അതിനെക്കുറിച്ച് എല്ലാവരും നല്ല രീതിയിൽ ബോധവാന്മാരാകണം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് AI-യും സോഷ്യൽ മീഡിയയൊക്കെ ഇത്തരത്തിലുള്ള സ്കാമുകളൊക്കെ യൂസ് ചെയ്യാൻ കൂടുതൽ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് അവെയർ ആയിരിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും നമ്മുടെ ഈ ഒരു സെഷൻ കണ്ട എല്ലാവർക്കും, അതുപോലെ ഈ സെഷൻ ലീഡ് ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട ഷാനവാസ് സാറിനെയും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.